അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് നഗരസഭയിൽ വിക്ടോറിയ കോളേജ് പരിസരത്ത് നിർമ്മിച്ച ഫുട് ഓവർ ബ്രിഡ്ജും നടപ്പാതയും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നാടിന് സമർപ്പിച്ചു. 3 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് 2 പദ്ധതികളും പൂർത്തീകരിച്ചിരിക്കുന്നത്. വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് ഫുട് ഓവർ ബ്രിഡ്ജ്. വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് പാലക്കാട് നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നടപ്പാതയും മേൽപ്പാലവും. 2014 കോളേജിലെ ഒരു വിദ്യാർത്ഥി റോഡ് ഇടമുറിച്ച് കടക്കുന്നതിനിടെ വാഹനം തട്ടി മരിക്കുകയുണ്ടായി. ഇതോടെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി ഒരു മേൽപ്പാലം വേണമെന്ന് ABVP ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇത് അനുഭാവപൂർവ്വം പരിഗണിച്ച നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലവും നടപ്പാതയും നിർമ്മിച്ചിരിക്കുന്നത്. നഗരസഭ ചെയർപേഴ്സൺ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. 2014 വിക്ടോറിയ കോളേജിലെ ഒരു സ്റ്റുഡന്റ് റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് ഒരു വിനീത പറഞ്ഞൊരു സ്റ്റുഡന്റ് മരണപ്പെട്ടിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് 2014 തന്നെ കൗൺസിൽ ഒരു തീരുമാനമെടുക്കുകയും ഇവിടെ വിക്ടോറിയ കോളേജിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കണമെന്ന് നടപടിയെടുക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നഗരത്തിൽ തന്നെ PMG സ്കൂൾ, BEML സ്കൂൾ, മോയിൻസ് സ്കൂൾ തുടങ്ങിയവിടങ്ങളിലും അമൃത് പദ്ധതിയിലൂടെയുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. നഗരത്തിൽ ഇനി 3 ഫുട് ഓവർ ബ്രിഡ്ജുകൾ കൂടി ഇതുപോലെ വരുന്നുണ്ട്. PMG സ്കൂളിൻ്റെ മുന്നിൽ, അതുപോലെ തന്നെ BM സ്കൂള്, മോയിൻ ഗേൾസ്. അപ്പോൾ പാലക്കാട് നഗരത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നു വരിക. മേൽപ്പാലവും നടപ്പാതയും തങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുമെന്ന് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിപ്രായപ്പെട്ടു. ജനം, പാലക്കാട്.